ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് രേണു ഒറ്റയ്ക്ക് തന്നെ താമസിക്കണം എന്നുള്ളതാണ്. ഇവരൊക്കെ ചെലവിന് തരുമല്ലോ എനിക്ക്. കുറെ നാളും കൂടെ കഴിയുമ്പോൾ ഞാൻ വയ്യാണ്ടായി അല്ലെങ്കിൽ ഞാൻ കിടപ്പിലായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവരൊക്കെയാണ് എനിക്ക് ചെലവിന് തരേണ്ടത്. കാരണം എല്ലാവർക്കും എന്താ പറയുക നോക്കാം, നമ്മള് സത്യം പറഞ്ഞാൽ ഏജൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആരും ഇല്ലായിരിക്കും നോക്കാം. മക്കളുടെ ലൈഫ് നോക്കാം. അപ്പം ഞാൻ അങ്ങനെ കിടക്കുമ്പോഴത്തേന് ഇവരായിരിക്കും എന്നെ വന്ന് നോക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നതാണ്. അതാവണം. അതുകൊണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെ വാശി പിടിക്കുന്നത്. എന്തിനാ കെട്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമല്ലേ. ഞാൻ കെട്ടാൻ പോകുന്നൊന്നും ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല, കെട്ടിയിട്ടുമില്ല ഞാൻ ഇതുവരെ. ഇപ്പോഴും കൊല്ലം സുധിച്ചേണ്ട വൈഫ് തന്നെയാണ് ഞാൻ എങ്ങും പോയി രഹസ്യത്തിലും കെട്ടിയിട്ടില്ല, പരസ്യത്തിലും കെട്ടിയിട്ടില്ല. ഇപ്പോഴും നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ വൈഫാണ് ഞാൻ. പിന്നെ എന്തുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂവിൽ പറയും. അതാ ഞാൻ പറയും. ഇപ്പൊ 2 വർഷം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചാലില്ലെങ്കിലും ഇവരാരും അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇവരെ എനിക്കൊന്നും എഴുതി തന്നിട്ടുമില്ല. ആ പിള്ളേരുടെ പേരിലാണ് എഴുതി കൊടുത്തത്. മനസ്സിലായി? ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും?